ഹലോ എവരിവൺ, ഈസി റെസിപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എണ്ണമാങ്ങയാണ്. അതിനായിട്ട് ഞാനൊരു 5 മീഡിയം സൈസ് മാങ്ങ അതിന് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചോളൂ, തീരെ തിന്നായിട്ട് കട്ട് ചെയ്യണ്ട. നമ്മൾ എണ്ണമാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് നല്ലെണ്ണയിലാണ്. അതിനായിട്ട് നമുക്ക് ഇത് മാങ്ങ വറുത്ത് കോരാൻ ആവശ്യത്തിനുള്ള എണ്ണ പാനിൽ ചൂടാക്കിയെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് മാങ്ങ കുറേശ്ശെയായിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. ഇത് കുറേ കാലം കേടുവരാതിരിക്കുന്ന ഒരു അച്ചാറാണ്. 4 വർഷമൊക്കെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും, കുറേ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ. അത് ആദ്യത്തെ ട്രിപ്പ് നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് കൂടി ഇങ്ങനെ വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കേണ്ട പാകം എന്ന് പറയുന്നത് അതിൻ്റെ ജ്യൂസി ആയിട്ടുള്ള ഭാഗമില്ലേ, അത് അതിലത്തെ വെള്ളമൊക്കെ പോകുന്നത് വരെ വേണം നമ്മൾ വറുത്തെടുക്കാൻ. അതുപോലെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇപ്പോൾ ഞാനിവിടെ വറുക്കുന്നത്. ഉലുവ ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്, നന്നായിട്ടൊന്ന് പൊടിക്കണം. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 3 ടേബിൾ സ്പൂൺ ഉലുവ ഇതുപോലെ പൊടിച്ചത്, പിന്നെ 1/4 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി. ഇതെല്ലാം കൂടി തീയൊന്ന് നന്നായിട്ട് താത്തി വെച്ചിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലിപ്പോൾ ഞാനിത് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ടിട്ട് ഈ സ്പൈസസൊക്കെ അതിൽ പിടിക്കുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിന് ശേഷം നമുക്ക് ആ മാങ്ങ വറുത്തിട്ട് നമ്മൾ വെച്ചിട്ടുള്ള എണ്ണ ഇല്ലേ, ബാക്കിയുള്ള എണ്ണ, അത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിങ്ങനെ കുറേശ്ശെ ഇളക്കി കൊടുക്കണം. തീ നന്നായിട്ട് താത്തി വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ ഈ ഇതിലുള്ള മുളക് പൊടിയും സ്പൈസസൊക്കെ, എല്ലാ സ്പൈസസൊക്കെ ഒന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് തീയൊക്കെ താത്തി വെച്ചിട്ട് ഇത് ഇളക്കി കൊടുത്തോളൂ. കുറച്ചായിട്ട് എണ്ണ നമുക്കിതിലേക്ക് ഈ സ്പൈസസൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. നമുക്കിത് കുറേ കാലം ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് കാണൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. ഇപ്പോൾ എണ്ണമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കത് തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലോ ഭരണിയിലോ ആക്കിയിട്ട് നമുക്കത് 14 ദിവസം എടുത്ത് വെക്കണം. അതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.